സോൾമേറ്റ്സിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ. ഒരാളെ കാണുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ ആള് വന്ന് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്ന തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. സോൾമേറ്റ്സിനെ പറ്റി ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നുണ്ട്. ഈ ഗ്രീക്ക് മിത്തോളജി ഈ ചോദ്യമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞുതരാട്ടോ. സോൾമേറ്റ്സിന്റെ ഒറിജിനെ പറ്റി ഗ്രീക്ക് ഫിലോസഫർ ആയ പ്ലേറ്റോ സിംപോസിയം എന്ന ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യകാല മനുഷ്യരിൽ 3 ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു വിഭാഗമായിരുന്നു ആൻഡ്രോജനസ്, അതായത് പുരുഷ സ്ത്രീ. രൂപത്തിൽ പൂർണ്ണത ഉള്ളവരായിരുന്നു അവര്. 4 കൈകാലുകൾ, ഒരൊറ്റ തല എന്ന 2 മുഖങ്ങൾ. നല്ല ശക്തരും ധൈര്യശാലികളായിരുന്നു അവര്. ദൈവങ്ങൾക്കെതിരെ യുദ്ധത്തിന് പോലും അവരന്ന് തയ്യാറായി. ഇതറിഞ്ഞ ദൈവങ്ങള് ഒരു യുദ്ധത്തിലൂടെ മനുഷ്യരെ മൊത്തം നശിപ്പിക്കാന്ന് തീരുമാനിക്കും. പക്ഷെ അപ്പോ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദൈവങ്ങൾക്ക് ആരാധന ഉണ്ടാവില്ല, ബലി ഉണ്ടാവില്ല. അത് ദൈവങ്ങൾക്ക് അത്ര സെറ്റ് ആവുന്ന പരിപാടിയായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗ്രീക്ക് ഗോഡ്സിന്റെ കിങ് ആയ സ്യൂസ് മനുഷ്യർക്കെതിരെ ഒരു പ്ലാൻ സെറ്റാക്കി. ഒരു ക്രൂരമായ ശിക്ഷ. മനുഷ്യരെ പൂർണ്ണമായി നശിപ്പിക്കാതെ 2ആയി അങ്ങ് പിളർക്കുക. അപ്പൊ ഉപകാരം എന്താ? ആരാധന ഇരട്ടിയാവും, ബലി ഇരട്ടിയാവും. നമ്മുടെ താനോസ് സ്നാപ്പ് ചെയ്ത ആൾക്കാരുടെ എണ്ണം കുറച്ചപ്പോ സ്യൂസ് ആൾക്കാരുടെ എണ്ണം അങ്ങ് ഇരട്ടിയാക്കി. അങ്ങനെ ഈ വേദനയിലും ദുഃഖത്തിലും കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടപ്പോ ഗോഡ് ഓഫ് ഹീലിംഗ് ആയ അപ്പോളോന് സഹിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ കയറി അങ്ങ് ഇടപെട്ടു. അദ്ദേഹം അവർക്ക് ഇന്നത്തെ മനുഷ്യരുടെ രൂപം കൊടുത്തു. അവര് ഹീൽ ചെയ്തതിന്റെ സ്കാർ ആയിട്ട് നാഭി മാത്രം അവശേഷിച്ചു. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യതയായിരുന്നു. അന്ന് മുതൽ മനുഷ്യർ തെരച്ചിൽ തുടങ്ങി അവരുടെ അതർ ഹാഫിന് വേണ്ടിയിട്ട്. പ്ലേറ്റോ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ സ്വിസ് സൈക്യാട്രിസ്റ്റ് ആയ കാർലിംഗ് ഇതിനൊരു സൈക്കോളജിക്കൽ സ്പിന്ന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നമ്മുടെ മാനസികാവസ്ഥയെ 2ആയി ഡിവൈഡ് ചെയ്യാമെന്ന്. നമുക്ക് അറിയുന്ന കോൺഷ്യസ് സെൽഫ്, നമുക്ക് അറിയാത്ത അൺകോൺഷ്യസ് സെൽഫ്. ഏതൊരു ആണിന്റെ ഉള്ളിലും ഒരു ഫെമിനിൻ അൺകോൺഷ്യസ് ഉണ്ട്, അനിമ. ഏതൊരു പെണ്ണിന്റെ ഉള്ളിലും ഒരു മാസ്കുലിൻ അൺകോൺഷ്യസ് ഉണ്ട്, അനിമസ്. ഈ അൺകോൺഷ്യസ് സെൽഫിന് ഒരു ബഞ്ച് ഓഫ് സ്വഭാവവിശേഷങ്ങളുണ്ട്. അത് മറ്റൊരാളെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അതാണ് ഈ സോൾമേറ്റ്സ് എന്ന് പറയുന്ന സംഭവം. പ്ലേറ്റോയും കാർലിംഗും സോൾമേറ്റ്സിനെ പറ്റി പറയുന്നത് നമ്മൾ അവരെ കണ്ടെത്തുകയല്ല, തിരിച്ചറിയാണെന്നാണ്. സോൾമേറ്റ്സിനെ തിരിച്ചറിഞ്ഞവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെ മുന്നേ പരിചയമില്ലായിരുന്നു, പക്ഷെ കണ്ടപ്പോ വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ തോന്നിയത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ അവരെ ഒന്ന് ടാഗ് ചെയ്തോളൂ, അല്ലെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. ഇനിയിപ്പോ സോൾമേറ്റ്സിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തേടിയുള്ള യാത്ര ധൈര്യമായി തുടർന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഹാർഡ് ആയിരിക്കും, പക്ഷെ ആ തെരച്ചിൽ നിർത്താതിരിക്കുക. അപ്പൊ ഗുഡ് ലക്ക് ഫൈൻഡിങ് ലവ്.